പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം പാതിരാത്രി 12:30ആയി. അപ്പം നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. വീടിനുള്ളിൽ ഒരു പാമ്പെന്നും പറഞ്ഞു. അപ്പം നമ്മളത് നോക്കാൻ പോവുകയാണ്. ഇത് കട്ടച്ചിറയാണ് സ്ഥലം. നമ്മളവിടെ പോയി നോക്കാൻ പോകണം. ലക്ഷണം കണ്ടിട്ട് ഒരു മൂർഖൻ്റെ ലക്ഷണം പോലെ തോന്നുന്നു. അവർ ഫോട്ടോ ഇട്ട് തന്നതിൽ നോക്കിയിട്ട് മൂർഖൻ പാമ്പിൻ്റെ ലക്ഷണമാണ് തോന്നുന്നത്. കണ്ടിട്ട് ഒത്തിരി മുഴുത്തതല്ല, ഒരു മീഡിയം പാമ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വീടിനുള്ളിലാണ്, നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പോവാണ്. ഇങ്ങനെയുള്ള സർവീസുകളാണ് സേവനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഈ വോൾഡേഴ്സൊക്കെ ചെയ്യുന്നത്. നിങ്ങളതിനൊക്കെ ഒന്ന് വിലമതിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പൊതുവെ ആൾക്കാർക്ക് ഒരു പുച്ഛമുണ്ട്. പാമ്പ് പിടുത്തക്കാരൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളെ അങ്ങനെ ഒരു കരുതലിൽ കാണുന്നുണ്ട്. ജനപ്രതിനിധികളാണെങ്കിലും അല്ലാത്തവരുമൊക്കെ അങ്ങനെ ഒരു രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു അവശ്യ സർവീസുകൾ വരുമ്പോൾ അവരെല്ലാവരും ഞങ്ങളെ വിളിക്കുകയും ചെയ്യും. അവർ മാത്രമല്ല, എല്ലാവരും. അല്ലാത്ത സമയങ്ങളിൽ വളരെ ലാഘവത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കണ്ടില്ലേ നമുക്കൊരു ആവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. പോയി പാമ്പിനെ എടുക്കാൻ പോവുകയാണ്. സാധാരണ ഈ സമയത്ത് അങ്ങനെ മൂർഖനെ കാണാറില്ല. 12:30-ക്കൊന്നും നേരത്തെ കയറിയിരുന്ന പാമ്പാന്ന് വിചാരിക്കുന്നു. സാധാരണ കാണുന്ന ട്രിങ്കിറ്റോ അതുപോലെ വളവളപ്പനോ ഒക്കെ ആയിരിക്കും, അല്ല നമ്മുടെ ശംഖുവരേനൊക്കെ ആയിരിക്കും സാധാരണ ഈ വൈകിട്ട് സമയത്തൊക്കെ വീട്ടിൽ കയറുന്നത്. ചിലപ്പോൾ നേരത്തെ വീട്ടിൽ കയറി ഇരുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പോൾ കയറിയതാകാം. 8-9 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മൂർഖൻ പാമ്പിനെ അങ്ങനെ അധികം സാമീപ്യം നമ്മളിതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും അതിനിപ്പോൾ എടുക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ഇങ്ങനെയുള്ള സേവനങ്ങളെ നിങ്ങളൊന്ന് വിലമതിക്കണം. പൊതുജനങ്ങളോടാണ് പറയുന്നത്. നിങ്ങളൊരു കുറ്റഭാവത്തിൽ കാണാതെ ഇതിനൊക്കെ ഒന്ന് വിലമതിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ വിലയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ഒരു പാഷനാണ്. പിന്നെ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ അതിനൊരു നല്ല കണ്ണോടെ കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പകുതി ആൾക്കാർ ഇതിനൊരു മോശം കണ്ണോടെയാണ് കാണുന്നതും അഭിപ്രായം പറയുന്നതുമൊക്കെ. കാരണം ഈ പാതിരാത്രിക്കാണേലും അതുപോയി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അവരെ വീട്ടിൽ അവരെ ഉറക്കം നഷ്ടപ്പെടുത്താതെ അവർക്ക് ഉറങ്ങാൻ, സമാധാനത്തോടെ ഉറങ്ങാനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതിന് എല്ലാവരും സപ്പോർട്ടുകൾ തരണം. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. വലിയ ഒത്തിരി വാക്കുകളൊന്നും പറഞ്ഞായിരിക്കില്ല നമ്മുടെ വീഡിയോകളൊക്കെ വരുന്നത്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരാത്തത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. ഈ എല്ലാ റെസ്ക്യൂയേഴ്സും ഇതുപോലെ കഷ്ടപ്പെടുന്നവരാണ്. പ്രതിഫലമോ ഒന്നും ഇല്ലല്ലോ, നമുക്കറിയാമല്ലോ. അതിന് പ്രത്യേക പ്രതിഫലങ്ങളൊന്നും ഇല്ല. വലിയൊരു വില പെട്രോൾ കാശൊക്കെ തന്നെങ്കിലായി, ഇത്രയേ ഉള്ളൂ. കിലോമീറ്ററുകൾ ഓടിയൊക്കെയാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ ചിലരൊക്കെ പാമ്പ് പിടിക്കാൻ വിളിക്കുന്നത് തല്ലിക്കൊല്ലാൻ പറ്റാത്ത പാമ്പിനെ പിടിക്കാൻ വേണ്ടിയാണ്. അവർക്ക് തല്ലിക്കൊല്ലാൻ പറ്റിയ സാഹചര്യമില്ല. അപ്പം അങ്ങനെയുള്ള പണിയല്ല ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ പാമ്പിനെ രക്ഷിക്കുക, നിങ്ങളുടെ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാമ്പിൻ്റെ ജീവൻ രക്ഷിക്കുക, നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ചിലർ പറയുമോ തല്ലിക്കൊല്ലാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് തല്ലിക്കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, വലിയ വടിയും പത്തലൊക്കെ പിടിച്ച ആൾക്കാർ നിൽക്കും. അങ്ങനെയുള്ള പരിപാടിക്ക് ഞങ്ങളെ വിളിക്കേണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഞങ്ങൾ വരുന്നത് ഈ ജീവിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചതാണ് ഞങ്ങൾ വരുന്നത്. ഈ ജീവൻ രക്ഷിക്കണം, നിങ്ങളെ രക്ഷിക്കണം, അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വിളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ആയിരിക്കാലും നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാം. ഓക്കെ. കണ്ടിട്ട് മൂർഖനാന്ന് തോന്നുന്നു. നമ്മുടെ മൂർഖൻ ആണ് കണ്ടിട്ട്. സൈഡിൽ വന്നു
നോക്കാം അല്ലേ? കത്തി വരുന്ന പോലെ ചീറ്റിയോ? ഓ അത് ശരി. കാണുന്നില്ല. വര കിടപ്പുണ്ട്. ഓ അത് ശരി. നമ്മൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സമയം 1:30 ഇവനെ നമുക്ക് പിന്നെ തീറ്റക്കകത്ത് നഷ്ടത്തിട്ട് വെക്കണം. അത് തിന്ന് വെക്കുന്നില്ല, നാളെ വെക്കുന്നുള്ളൂ. ഇപ്പം പുറത്ത് സൂക്ഷിക്കും. വൈകിട്ടായിട്ട് ഇടാൻ പറ്റത്തില്ല. നാളെ തീറ്റക്കകത്തിടാൻ നടത്തി ക്യാനകത്ത്. ഓക്കെ, താങ്ക് യു.